തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയും മകളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. പ്രതി ഉണ്ണികൃഷ്ണന് ആൺ സുഹൃത്തുക്കളോടായിരുന്നു താൽപര്യമെന്ന് പോലീസ് പറയുന്നു. ആൺ കൂട്ടായ്മകളുടെ പല ഗ്രൂപ്പുകളിലും ഇയാൾ അംഗമായിരുന്നു. ഉണ്ണികൃഷ്ണന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചത്. തന്നോടുള്ള അവഗണനയാണ് മരണകാരണമെന്ന് ഗ്രീമ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരുന്നു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഈ ഒരു ആത്മഹത്യയുടെ വാർത്ത വന്നപ്പോൾ മുതൽ സംശയം എന്തിനാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയ വളരെ സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലുള്ള ഗ്രീമ എന്ന പെൺകുട്ടി എന്തിനിങ്ങനെ ഒരു ആത്മഹത്യ തെരഞ്ഞെടുത്തു, ഒപ്പം അമ്മയും ആത്മഹത്യ ചെയ്തു എന്നതായിരുന്നു പ്രധാനപ്പെട്ട സംശയം. ഭർത്താവിന്റെ അവഗണന എന്ന് പറയുമ്പോഴും അതിൽ വലിയ ദുരൂഹതകൾ ഉണ്ടായിരുന്നു. അതിലേക്കാണോ ഇപ്പോൾ പോലീസിന്റെ ഈ വിശദമായ അന്വേഷണങ്ങൾ വിരൽ ചൂണ്ടുന്നത്? 2019 ഇവരുടെ വിവാഹം കഴിഞ്ഞത്. പക്ഷേ 2019 വിവാഹം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ അയർലൻഡിലേക്ക് പോയെങ്കിലും 54 ദിവസം മാത്രമാണ് ഈ 6 വർഷത്തിനിടയിൽ അവർ ഒരുമിച്ച് ജീവിച്ചത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മാത്രമല്ല, ഉണ്ണികൃഷ്ണന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചതിൽ നിന്നാണ് ഗേ ഗ്രൂപ്പുകളിൽ അംഗമായിരുന്നു ഉണ്ണികൃഷ്ണൻ എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പലപ്പോഴും ഉന്നത പഠനത്തിനായി വിദേശത്തേക്ക് പോയിരിക്കുന്നതിന് ബന്ധുക്കളോടക്കം ഫോണിൽ പോലും ബന്ധപ്പെടാൻ ഉണ്ണികൃഷ്ണൻ തയ്യാറാകുന്നില്ലായിരുന്നു എന്ന വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ ബന്ധുക്കളടക്കം പങ്കുവെച്ചത്. ഇത് ബോധപൂർവം ഗ്രീമയുമായും കുടുംബവുമായും അകലം പാലിക്കുന്നതിന് കണ്ടെത്തിയ ഒരു ഉപാധിയായിരുന്നു എന്നും കൂടി പോലീസ് ഇപ്പോൾ ഉറപ്പിക്കുകയാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ വിവാഹബന്ധം ഉപേക്ഷിക്കുന്നതിന് മതിയായ കാരണങ്ങൾ ഇല്ലായിരുന്നുവെന്നും ഈ ഉണ്ണികൃഷ്ണന്റെ ഈ ഗേ ഗ്രൂപ്പുകളുമായുള്ള ബന്ധം, ആൺ സുഹൃത്തുക്കളെ തേടിയുള്ള വിദേശ യാത്രകൾ, ഇതൊക്കെയാണ് ഇങ്ങനെ ഈ ബന്ധം കഴിഞ്ഞ ഈ മാസം ആദ്യ വാരത്തിൽ തന്നെ നിയമപരമായി അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കടന്നതിന്റെ കാരണമെന്നാണ് നിലവിലെ കണ്ടെത്തൽ. അതേസമയം വിശദമായ ചോദ്യം ചെയ്യൽ കേസുമായി ബന്ധപ്പെട്ട ആവശ്യമായി ഉണ്ട് എന്നും പൂന്തറ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ഒരാഴ്ച മുമ്പാണ് ആത്മഹത്യാക്കുറിപ്പ് വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഗ്രീമയും അമ്മയും ആത്മഹത്യ ചെയ്തത്. ഈ ആത്മഹത്യ ചെയ്യുന്നതിന്റെ തലേ ദിവസം ഉണ്ണികൃഷ്ണൻ ഈ ഗ്രീമയെയും അമ്മയും മാനസികമായി തളർത്തുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ പരസ്യമായി തന്നെ നടത്തിയിട്ടുണ്ടെന്നും അതിന്റെ മനോവിഷമത്തിലാണ് അവർ ആ വീട് വിട്ട് പോയത് എന്നുള്ള വിവരങ്ങൾ ബന്ധുക്കൾ തന്നെ പോലീസിന് മൊഴിയായി, ഗ്രീമയുടെ ബന്ധുക്കൾ തന്നെ പോലീസിന് മൊഴിയായി നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ ഉണ്ണികൃഷ്ണന്റെ കുടുംബാംഗങ്ങളിൽ നിന്നടക്കം വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തുമെന്നാണ് വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയൊരു പ്രശ്നത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ, അതിനെക്കുറിച്ചടക്കം വിശദമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉണ്ണികൃഷ്ണനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഇവരെ ഈ വിവാഹബന്ധം വേർപെടുത്താനുണ്ടായ കാരണം എന്താണ്, അല്ലെങ്കിൽ അത്തരം ഒരു നീക്കങ്ങളിലേക്ക് കടക്കാനിടയ കാരണം എന്താണ് എന്നതിലൊരു വ്യക്തത കൈവരുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ഡാൻ, ഇതോടൊപ്പം ഈ ഗ്രീമയുടെ ബന്ധുക്കൾ പറയുന്നതനുസരിച്ച് ഇവരെ കാര്യമായി അധിക്ഷേപിക്കാറുണ്ടായിരുന്നു. ഗ്രീമയുടെ ഐശ്വര്യക്കേടാണ് അയാൾക്ക് PhD കിട്ടാതിരിക്കാൻ കാരണം എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഗ്രീമയുടെ ബന്ധുക്കൾ പറയുന്നുണ്ടായിരുന്നു. അതേസമയം ഈ ഉണ്ണികൃഷ്ണന്റെ സഹോദരനടക്കം രംഗത്ത് വന്നത് ഇവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളാണ്, ഈ പെൺകുട്ടിക്ക് ഒരു സ്വാതന്ത്ര്യവും കൊടുക്കാത്ത രീതിയിലാണ്. അങ്ങനെ പല രീതിയിലുള്ള പ്രത്യാരോപണങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ ആത്മഹത്യകളുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും മാറി മാറി വരുന്നുണ്ടായിരുന്നല്ലോ. ഇതിപ്പോ കുറച്ചുകൂടി വ്യക്തത വരികയാണോ? ഈ ഉണ്ണികൃഷ്ണൻ എന്തുകൊണ്ട് ഗ്രീമയുമായുള്ള ബന്ധം തുടരാൻ ആഗ്രഹിച്ചില്ല എന്ന തരത്തിൽ? അതായത്, ഉണ്ണികൃഷ്ണന്റെ കുടുംബം ഇപ്പോഴും ആ ആക്ഷേപത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഗ്രീമയ്ക്ക് സ്വകാര്യത നൽകിയിരുന്നില്ല. ഗ്രീമയുടെയും ഉണ്ണികൃഷ്ണന്റെയും ജീവിതത്തിൽ അനാവശ്യമായി ഇടപെടൽ നടത്താൻ ഗ്രീമയുടെ അമ്മ ശ്രമിച്ചു. അതാണ് ഈ കുടുംബ ബന്ധങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന ഒരു പ്രതികരണമാണ് നേരത്തെ മുതൽ തന്നെ ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ അടക്കം നടത്തിക്കൊണ്ടിരുന്നത്. നമ്മളോടടക്കം അദ്ദേഹം അങ്ങനെ പ്രതികരിക്കുകയും ചെയ്തതാണ്. അതേസമയം അതിനപ്പുറത്തേക്കുള്ള മറ്റു ചില കാരണങ്ങളിലേക്കാണ് ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു ബന്ധം ഇങ്ങനെ വേർപെടുത്തുക എന്നൊരു നീക്കത്തിലേക്ക് ഉണ്ണികൃഷ്ണനെ എത്തിച്ചത് ഇപ്പോൾ പുറത്തു വരുന്ന ഈ മൊബൈൽ ഫോൺ പരിശോധനയിൽ കണ്ടെത്തിയ വിവരങ്ങൾ തന്നെയാണ് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗ്രീമയുടെ പിതാവ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും ഈ ഉണ്ണികൃഷ്ണൻ ഒന്ന് ഫോണിൽ വിളിക്കാൻ പോലും തയ്യാറായില്ല. വീട്ടിലെത്തിയിട്ടില്ല, ഫോണിൽ വിളിക്കാൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല, ഈ 6 വർഷത്തിനിടയിൽ ഒരു തവണ മാത്രമാണ് ഗ്രീമയുടെ വീട്ടിൽ
ഉണ്ണികൃഷ്ണൻ എത്തിയത് എന്നൊരു വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആദ്യഘട്ടം മുതൽ, അതായത് 2019 വിവാഹം കഴിഞ്ഞ സമയം മുതൽ തന്നെ ഇങ്ങനെയൊരു ഉലച്ചിലേക്ക്, അതായത് ഈ കുടുംബ ബന്ധത്തിൽ ഇങ്ങനെ ഒരു ഉലച്ചിൽ ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഉണ്ണികൃഷ്ണനുള്ള മറ്റ് സൗഹൃദങ്ങളാണോ? അങ്ങനെയുള്ള സൗഹൃദങ്ങൾ എപ്പോൾ മുതൽ തുടങ്ങിയതാണ്? പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വിവാഹത്തിന് നിർബന്ധിതനായത്? ഇതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം കടക്കും. ഇതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഉണ്ണികൃഷ്ണനെ വിശദമായി ചോദ്യം ചെയ്യാനുള്ള നീക്കം പൂന്തറ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിരിക്കുന്നു. ഡാൻ, പക്ഷേ അപ്പോഴും ഈ ആത്മഹത്യ കഴിഞ്ഞ ഉടനെ ഇയാൾ വിദേശത്തേക്ക് കടക്കാനാണ് ശ്രമിച്ചത്. അതായത് ഇയാളും സംശയിച്ചിരുന്നു ഒരുപക്ഷെ ഇയാൾ പിടിയിലായാൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകും, തന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കുമല്ലോ ഈ ആത്മഹത്യ അറിഞ്ഞ ഉടൻ തന്നെ പിറ്റേ ദിവസം തന്നെ മുംബൈ വഴി അയർലൻഡിലേക്ക് കടക്കാനുള്ള ഇയാളുടെ ശ്രമം. അതായത് ആത്മഹത്യക്കുറിപ്പിൽ കൃത്യമായി ഉണ്ണികൃഷ്ണന്റെ പേര് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. എന്റെയും അമ്മയുടെയും മരണത്തിന് കാരണം എന്റെ ഭർത്താവ് ഉണ്ണികൃഷ്ണനാണ് എന്നായിരുന്നു ആത്മഹത്യക്കുറിപ്പിലെ പരാമർശം. അത് കൃത്യമായി തന്നെ കുരുക്കായി മാറുമെന്ന കാര്യം ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഉണ്ണികൃഷ്ണന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വിവരം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഉണ്ണികൃഷ്ണൻ വിദഗ്ധമായി ഇവിടെ നിന്ന് കടക്കാൻ ശ്രമിച്ചത്. അതായത് ഈ ആത്മഹത്യക്ക് തൊട്ടു മുമ്പാണ് ഉണ്ണികൃഷ്ണന്റെ സഹോദരന്റെ അടക്കം ഫോണിലേക്ക്, വാട്സാപ്പിലേക്ക് ആത്മഹത്യക്കുറിപ്പ് സന്ദേശമായി അയച്ചു കൊടുക്കുന്നത്. ഗ്രീമയുടെ ബന്ധുക്കൾക്കും ഇതേ സന്ദേശം അവരുടെ കുടുംബ ഗ്രൂപ്പിലേക്ക് അടക്കം അവർ അയച്ചു നൽകിയിരുന്നു. സാമ്പത്തികമായി വലിയ ശേഷിയുള്ള ഒരു കുടുംബമാണ്, ഒരുപാട് സാമ്പത്തിക ആസ്തിയുള്ള കുടുംബമാണ്. അങ്ങനെ ഒരു കുടുംബത്തിലെ ഇളം തലമുറക്കാരിയാണ് ഗ്രീമ. അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട് നേരത്തെ മുതൽ തന്നെ ബന്ധുക്കൾക്കടക്കം ഈ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും കൗൺസിലിംഗ് അടക്കം നൽകിയിട്ടും ഈ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഈ വിവാഹബന്ധം തന്നെ വേർപെടുത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് അവർ പോയത്. പക്ഷേ അതിന് ഗ്രീമയുടെ കുടുംബമാണ് തടസ്സം നിന്നതെന്നാണ് ഉണ്ണികൃഷ്ണന്റെ ബന്ധുക്കൾ പരസ്യമായി തന്നെ നടത്തുന്ന പ്രതികരണം. എന്തായാലും ഇരു കുടുംബങ്ങളും, അതായത് ഗ്രീമയുടെ കുടുംബാംഗങ്ങളും അതോടൊപ്പം ഉണ്ണികൃഷ്ണന്റെ കുടുംബാംഗങ്ങളും വ്യത്യസ്തമായ കാര്യങ്ങളാണ് അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫോണിന്റെ ശാസ്ത്രീയമായ പരിശോധനയും അതിൽ നിന്ന് കണ്ടെത്തിയ വിവരങ്ങളും വെച്ചുകൊണ്ട് വീണ്ടും ഉണ്ണികൃഷ്ണൻ ചെയ്യാനിരിക്കുന്നത്. ആ ചോദ്യം ചെയ്യലിൽ എന്താണ് ഈ ഇവരുടെ ആത്മഹത്യയിലേക്ക് നയിച്ച യഥാർത്ഥ കാരണമെന്ന് വെളിവാകും എന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.